മുരിദ്കെ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം. പതിറ്റാണ്ടുകളായി ഭീകരതയുടെ നഴ്സറി. ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തനങ്ങളുടെ നാഡീകേന്ദ്രം. രാജ്യത്ത് വീണ സാധാരണക്കാരുടെ ജീവന് പകരം വയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചപ്പോൾ പ്രധാന ലക്ഷ്യമായി മുരിദ്കെ തിരഞ്ഞെടുത്തത് വെറുതെയല്ല. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ ലക്ഷ്യം വെച്ച ഭീകര കേന്ദ്രങ്ങളിൽ പ്രധാനമായിരുന്നു ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും മുരിദ്കെയും. മസൂദ് അസറിന്റെയും ഹാഫിസ് മുഹമ്മദ് സയീദിന്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും പ്രവർത്തിക്കുന്നവയാണ് ഈ രണ്ട് കേന്ദ്രങ്ങളും. മുരിദ്കെയിലെ മർക്കസിന് ഒസാമ ബിൻ ലാദൻ മുതൽ അജ്മൽ കസബ് വരെയുള്ള ഭീകരരുമായും ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുമായും ബന്ധമുണ്ട്. യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തി ഭീകരാക്രമണം നടത്താൻ പരിശീലനം നടത്തുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ നഴ്സറിയാണ് യഥാർത്ഥത്തിൽ മുരിദ്കെയിലെ കേന്ദ്രം. ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കേന്ദ്രമെന്ന് തന്നെ മുരിദ്കെ മർക്കസിനെ വിശേഷിപ്പിക്കാം. മതപ്രബോധന കേന്ദ്രം, ചാരിറ്റബിൾ സ്ഥാപനം എന്നീ പേരുകളുടെ മറവിലാണ് പ്രവർത്തനം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാനും ഭീകരൻ അജ്മൽ കസബും ഉൾപ്പെടെ പരിശീലനം നേടിയത് ഇവിടെയാണ്. ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകൻ ഹാഫിസ് മുഹമ്മദ് സയീദാണ് മുരിദ്കെയ്ക്ക് പിന്നിലെയും പ്രധാന പ്രേരക ശക്തി. യുവാക്കളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകി ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കേന്ദ്രമായി മുരിദ്കെ മർക്കസിനെ വളർത്തിയെടുത്തതും ഹാഫിസ് സയീദ് തന്നെ. 1988 ഹാഫിസ് സയീദും കൂട്ടാളികളും ചേർന്ന് മർക്കസ് ഇ തൊയ്ബ എന്നറിയപ്പെടുന്ന മുരിദ്കെ മർക്കസ് സ്ഥാപിച്ചത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രം, സംഘടനയുടെ പ്രത്യയശാസ്ത്ര പ്രബോധന കേന്ദ്രം, കശ്മീർ കേന്ദ്രീകരിച്ച് ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഒരു ലോജിസ്റ്റിക് ബേസ് എന്നിങ്ങനെ വിവിധ ഭാഗങ്ങൾ ഇവിടെയുണ്ട്. മാത്രമല്ല, മദ്രസകളും ആശുപത്രികളും തുടങ്ങി മത്സ്യഫാമുകൾ വരെ മർക്കസിൽ സ്ഥിതി ചെയ്യുന്നു. കനത്ത സുരക്ഷയിലായിരുന്നു ഇവിടുത്തെ ആയുധ പരിശീലന കേന്ദ്രത്തിന്റെ ഉൾപ്പെടെ പ്രവർത്തനമെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, കേന്ദ്രത്തിന്റെ പരിശീലന കേന്ദ്രങ്ങളിൽ സംഗീതം, ടെലിവിഷൻ, പുകവലി തുടങ്ങിയവയ്ക്ക് നിരോധനവും ഉണ്ടായിരുന്നു. ഇതിലൂടെ പോകുന്ന വാഹനങ്ങളിൽ പോലും സംഗീതം നിരോധിച്ചിരുന്നുവത്രേ. ഇന്ത്യയെയും പിന്നീട് ലോകത്തെയും ഇസ്ലാമികവൽക്കരിക്കുക എന്ന വലിയ പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന പ്രഖ്യാപനവുമായാണ് ഇവിടെ ഭീകരർക്ക് പരിശീലനം നൽകുന്നത്. ഭീകരപ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ വിശദീകരിച്ച മുരിദ്കെ മർക്കസിന്റെ വെബ്സൈറ്റിൽ 2002 ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. കശ്മീരിലെ 11 വർഷത്തെ ജിഹാദിനിടെ 14,363 ഇന്ത്യൻ സൈനികരും 1016 ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികളും കൊല്ലപ്പെട്ടെന്നായിരുന്നു റിപ്പോർട്ടിലെ അവകാശവാദം. 100ഓളം ചാവേർ ദൗത്യങ്ങൾ നടത്തിയെന്നും ഇന്ത്യൻ സേനയിലെ മേജർമാരും കമാൻഡന്റുമാരും ഉൾപ്പെടെ കൊല്ലപ്പെട്ടവരിലുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. മുരിദ്കെ മർക്കസിന് ഭീകരൻ ഒസാമ ബിൻ ലാദനുമായുള്ള ബന്ധവും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഭീകരപ്രവർത്തനങ്ങളുടെ പരിശീലന കേന്ദ്രമാക്കി മുരിദ്കെ മർക്കസിനെ മാറ്റുന്നതിനായി വലിയ നിലയിൽ ബിൻ ലാദൻ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെന്നാണ് 2002 കശ്മീർ ഡെയിലി റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ സർക്കാരിന്റെ വിഹിതം ഉൾപ്പെടെ ഗണ്യമായ സാമ്പത്തിക സഹായവും മുരിദ്കെ മർക്കസിന്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുകൊണ്ട് തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെ ഏറ്റവും തന്ത്രപ്രധാന കേന്ദ്രമായ മുരിദ്കെയിൽ നടന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിന് തന്ത്രപ്രധാനമായും വലിയ പ്രാധാന്യമുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കും അവരെ സഹായിക്കുന്ന പാക് സൈനിക രഹസ്യാന്വേഷണ നേതൃത്വങ്ങൾക്കും മുരിദ്കെയിലടക്കം നടന്ന ആക്രമണങ്ങൾ വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.